അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സൂറത്തു നാസിയാത്തിലെ 25-ാമത്തെ വചനം മുതൽ ബാക്കിയുള്ള ഭാഗമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നേരെ വീഡിയോയിലേക്ക് പോവുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فأخذه الله نكال الآخرة والأولى. فأخذه الله, അപ്പോൾ അവനെ അള്ളാഹു പിടികൂടി. നക്കാലൽ ആഖിറത്തി, നക്കാലൽ ആഖിറത്തി, പരലോകത്തിൻ്റെ ശിക്ഷാ നടപടിക്കായി, വല്ലൂല, ഇഹലോകത്തിൻ്റെയും. ഫഅഖദഹുല്ലാഹു നകാലൽ ആഖിറതി വൽ ഊലാ, അത് കാരണം പരലോകത്തിൻ്റെയും ഇഹലോകത്തിൻ്റെയും ശിക്ഷാ നടപടിക്കായി അള്ളാഹു അവനെ പിടികൂടുകയുണ്ടായി. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിമൻ യഖ്ശാ, ഇന്ന ഫീ ദാലിക, നിശ്ചയം അക്കാര്യത്തിലുണ്ട്, ലഇബ്റതൻ, ഗുണപാഠമുണ്ട്, ലിമൻ യഖ്ശാ, ഭയപ്പെടുന്നവർക്ക്. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിമൻ യഖ്ശാ, തീർച്ചയായും ഭയപ്പെടുന്നവർക്ക് അതിൽ വലിയ ഗുണപാഠമുണ്ട്. അഅൻതും അശദ്ദു ഖൽഖൻ അമിസ്സമാഉ ബനാഹാ, അഅൻതും, നിങ്ങളാണോ, അശദ്ദു ഖൽഖൻ, ഏറ്റവും ശക്തിയുള്ള സൃഷ്ടി നിങ്ങളാണോ, അമിസ്സമാഉ, അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെടാൻ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ട വർഗം നിങ്ങളാണോ, അമിസ്സമാഉ, അല്ലെങ്കിൽ ആകാശമോ, ബനാഹ, അതിനെ നാം സൃഷ്ടിച്ചു. റഫഅ സംകഹ, റഫഅ സംകഹ, അതിൻ്റെ കട്ടിയെ ഉയർത്തി. ഫസവ്വാഹ, എന്നിട്ട് അതിനെ ശരിയാക്കുകയും ചെയ്തു. വല്ലാത്തൊരു, എന്താ പറയുക, നമ്മൾ മനുഷ്യനോടൊരു വെല്ലുവിളി പോലെ അള്ളാഹു ചോദിക്കുന്നൊരു ചോദ്യമാണിത്. ശരിക്കും വ്യക്തമായിട്ട് ആശയം മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് ആശയത്തിലൊക്കെ പോകാം. അഅൻതും അശദ്ദു ഖൽഖൻ അമിസ്സമാഉ ബനാഹാ റഫഅ സംകഹാ വസവ്വാഹാ, സൃഷ്ടിക്കപ്പെടാൻ കൂടുതൽ പ്രയാസപ്പെട്ടത് നിങ്ങളാണോ അതോ അള്ളാഹു ആണോ? അതായത് നിങ്ങളെ സൃഷ്ടിക്കാനാണോ അല്ലെങ്കിൽ ആകാശത്തെ സൃഷ്ടിക്കാനാണോ കൂടുതൽ പ്രയാസമെന്നാണ് അള്ളാഹു ഇവിടെ ചോദിക്കുന്നത്. സൃഷ്ടിക്കപ്പെടാൻ കൂടുതൽ പ്രയാസപ്പെട്ടത് നിങ്ങളാണോ അതോ ആകാശമോ? അതിനവൻ നിർമ്മിക്കുകയും അതിൻ്റെ കട്ടിയെ ഉയർത്തുകയും അങ്ങനെ ശരിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. വഅഗ്തശ ലൈലഹാ വഅഖ്റജ ളുഹാഹാ, വഅഗ്തശ, അവൻ ഇരുട്ടാക്കി മാറ്റി, ലൈലഹ, അതിൻ്റെ രാത്രിയെ, വഅഖ്റജ, അതിൽ നിന്ന് അവൻ പുറത്തെടുത്തു, ളുഹാഹ, അതിൻ്റെ പകലിനെ പ്രകാശിപ്പിക്കുന്നതാക്കി. വഅഗ്തശ ലൈലഹാ വഅഖ്റജ ളുഹാഹാ, അതിൻ്റെ രാവിനെ അവൻ ഇരുട്ടാക്കുകയും പകലിനെ പ്രകാശമുള്ളതാക്കുകയും ചെയ്തിരിക്കുന്നു. വൽ അർള ബഅദ ദാലിക ദഹാഹാ വഅഖ്റജ മിൻഹാ മാഅഹാ വമർആഹാ വൽ ജിബാല അർസാഹാ, വൽ അർള, ഭൂമിയെ, ബഅദ ദാലിക ദഹാഹാ, അതിനുശേഷം പരത്തുകയും, അഖ്റജ മിൻഹാ, അതിൽ നിന്ന് പുറത്തെടുക്കുകയും, മാഅഹാ, വെള്ളത്തെയും, വമർആഹാ,
തീറ്റ സാധനങ്ങളെയും. വൽ ജിബാല പർവ്വതത്തെ അർസാഹ ഉറപ്പിക്കുകയും ചെയ്തു. ഒന്നും കൂടി ആ മൂന്നായത്ത് പോകാം. വല്ലർള ബഅദ ദഹാഹ അഖ്റജ മിൻഹാ മാഅഹ വമർആഹ വൽ ജിബാല അർസാഹ. അതിനുശേഷം ഭൂമിയെ അവൻ പരത്തുകയും അതിലെ വെള്ളവും തീറ്റ സാധനങ്ങളും അതിൽ നിന്ന് അവൻ ഉൽപ്പാദിപ്പിക്കുകയും പർവ്വതങ്ങളെ ഉറപ്പിക്കുകയും ചെയ്തു. മതാഅൻ ലക്കും വലിഅൻആമിക്കും. മതാഅൻ ലക്കും നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി, വലിഅൻആമിക്കും നിങ്ങളുടെ കാലികൾക്കും ഉപയോഗിക്കുന്നതിന് വേണ്ടി. മതാഅൻ ലക്കും വലിഅൻആമിക്കും നിങ്ങൾക്കും നിങ്ങളുടെ കാലികൾക്കും ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. ഫൈദാ ജാഅത്തി ത്വാമ്മത്തുൽ കുബ്റാ. ഫൈദാ ജാഅത്തി ത്വാമ്മത്തു. ഫൈദാ ജാഅത്ത് അങ്ങനെ വന്നു ചേരുമ്പോൾ, അത്താമ്മത്തുൽ കുബ്റ ഏറ്റവും വലിയ അപകടം വന്നു ചേരുമ്പോൾ, ഫൈദാ ജാഅത്തി ത്വാമ്മത്തുൽ കുബ്റ എന്നാൽ ഏറ്റവും വലിയ വിപത്ത് വന്നു ചേരുമ്പോൾ, യൗമ യതദക്കറുൽ ഇൻസാനു മാ സആ വബുരിസത്തിൽ ജഹീമു ലിമൻ യറാ. യൗമ യതദക്കറുൽ ഇൻസാനു അന്ന് മനുഷ്യന്മാർ ഓരോരുത്തരും ഓർമ്മിക്കും, മാ സആ താൻ പ്രവർത്തിച്ചതിനെ കുറിച്ച്, വബുരിസത്തിൽ ജഹീമു നരകത്തെ പ്രദർശിപ്പിക്കപ്പെടും, ലിമൻ യറാ കാണാൻ വേണ്ടി. യൗമ യതദക്കറുൽ ഇൻസാനു മാ സആ വബുരിസത്തിൽ ജഹീമു ലിമൻ യറാ. അതായത് താൻ പ്രവർത്തിച്ചതിനെ കുറിച്ച് മനുഷ്യൻ ഓർമ്മിക്കുകയും നോക്കിക്കാണുന്നവർക്ക് കാണാൻ വേണ്ടി നരകം പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന ദിവസം. ഫഅമ്മാ മൻ ത്വഗാ അന്ന് ആരാണോ അപ്പോൾ ധിക്കാരിയായത്, ഫആസറൽ ഹയാത്തദ് ദുനിയാ ദുനിയാവിലെ ജീവിതം തിരഞ്ഞെടുക്കുകയും ചെയ്തവൻ ആരോ, ഫൈനൽ ജഹീമ നിശ്ചയം നരകമാണ്, ഹിയൽ മഅ്വ അവൻ്റെ മടക്ക സ്ഥാനം. ഫഅമ്മാ മൻ തആ വആസറൽ ഹയാത്തദ് ദുനിയാ ഫൈനൽ ജഹീമ ഹിയൽ മഅ്വ അപ്പോൾ ആര് ധിക്കരിക്കുകയും ഐഹിക ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തുവോ തീർച്ചയായും നരകം തന്നെയാണ് അവൻ്റെ സങ്കേതം. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ. വഅമ്മാ മൻ അപ്പോൾ ഒരുത്തൻ, ഖാഫ മഖാമ റബ്ബിഹി തൻ്റെ നാഥൻ്റെ സ്ഥാനം ഭയപ്പെടുകയും, വനഹൻ നഫ്സ തൻ്റെ ശരീരത്തെ അവൻ തടയുകയും ചെയ്തു, അനിൽ ഹവാ ദേഹേച്ഛകളെ തൊട്ട്. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ തൻ്റെ രക്ഷിതാവിൻ്റെ സ്ഥാനത്തെ ഭയപ്പെടുകയും തൻ്റെ ശരീരത്തെ ദേഹേച്ഛകളിൽ നിന്ന് തടയുകയും ചെയ്തവനാരോ, ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ അപ്പോൾ തീർച്ചയായും സ്വർഗം തന്നെയാണ് അവൻ്റെ സങ്കേതം. ഇവിടെ ഏറ്റവും വലിയ വിപത്ത് എന്ന് പറഞ്ഞത് അവസാന നാളിനെ കുറിച്ചാണ്. അന്ന് ദുനിയാവിൽ വെച്ച് താൻ ചെയ്ത പ്രവൃത്തികളെല്ലാം മനുഷ്യന്മാരിങ്ങനെ ഓർത്തു നോക്കും. എങ്ങനെ ഓർക്കുന്ന സമയത്ത് എല്ലാവർക്കും കാണത്തക്ക വിധം നരകം ഇങ്ങനെ പ്രദർശിക്കപ്പെട്ടിട്ടുണ്ടാകും. പൊതുവെ അപ്പോൾ ആളുകൾ രണ്ട് വിഭാഗമായിട്ട് മാറുകയാണ് സ്വാഭാവികമായിട്ട്. ഒരു വിഭാഗം ഫഅമ്മാമൻ തഗാ വആസറൽ ഹയാത്തദ് ദുനിയാ ധിക്കാരിയാവുകയും ദുനിയാവിലെ ജീവിതം തിരഞ്ഞെടുക്കുകയും ചെയ്തവർ, അങ്ങനത്തെ ഒരു വിഭാഗം, അവർക്ക് നരകാണ്. അതേസമയം വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ തൻ്റെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ സ്ഥാനത്തെ ഭയപ്പെടുകയും ദേഹേച്ഛകളിൽ നിന്ന് ശരീരത്തെ നിയന്ത്രിക്കുകയും ചെയ്തവർ, അവർക്ക് സ്വർഗം. അവിടെ രണ്ട് വിഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ.
ഇവിടെ മുസ്ലിമും കാഫിറൊന്നും അല്ല. എല്ലാവർക്കും ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ മുസ്ലിം ആയതുകൊണ്ട് നമ്മളങ്ങ് സ്വർഗത്ത് പോകുന്നൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിലേ വലിയ പ്രയാസത്തിലാണ് എന്നർത്ഥം. യസ്അലൂനക അനിസ്സാഅത്തി അയ്യാന മുർസാഹാ. യസ്അലൂനക, തങ്ങളോട് അവർ ചോദിക്കും, അനിസ്സാഅത്തി, ഈ അന്ത്യഘട്ടത്തെക്കുറിച്ച്, അയ്യാന മുർസാഹ, അതെപ്പോഴാണ് ഉണ്ടാവുക എന്ന്. യസ്അലൂനക അനിസ്സാഅത്തി അയ്യാന മുർസാഹ, അന്ത്യഘട്ടത്തെക്കുറിച്ച് അതെപ്പോഴാണ് ഉണ്ടാവുക എന്ന് താങ്കളോട് അവർ ചോദിക്കുന്നു. ഫീമ അൻത മിൻ ദിക്റാഹ, ഫീമ അൻത, നിനക്ക് എന്ത് നിലപാടാണുള്ളത്, മിൻ ദിക്റാഹ, അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്നതിനെ പറ്റി. ഫീമ അൻത മിൻ ദിക്റാഹ, അത് പറഞ്ഞു കൊടുക്കുന്നതിനെ പറ്റി നിങ്ങൾക്ക് എന്ത് നിലപാടാണ് ഉള്ളത്, താങ്കൾക്കത് അറിഞ്ഞുകൂടല്ലോ. ഇലാ റബ്ബിക മുൻതഹാഹ, ഇലാ റബ്ബിക, തങ്ങളുടെ രക്ഷിതാവിലേക്കാണ് മുൻതഹാഹ, അതിൻ്റെ അറ്റം. എന്നുവെച്ചാൽ അതിൻ്റെ കാര്യം റബ്ബിന് മാത്രമേ അറിയൂ. അതിൻ്റെ അവസാനം താങ്കളുടെ നാഥങ്കലാകുന്നു, അവന് മാത്രമേ അത് അറിയൂ. ഇന്നമാ അൻത മുൻദിറു മൻ യഖ്ശാഹ, ഇന്നമാ അൻത, നിശ്ചയം നിങ്ങൾ, മുൻദിറു, താക്കീതുകാരനാണ്, മൻ യഖ്ശാഹ, ഭയപ്പെടുന്നവർക്ക് താക്കീത് ചെയ്യുന്നവൻ. ഇന്നമാ അൻത മുൻദിറു മൻ യഖ്ശാഹ, തീർച്ചയായും അതിനെ ഭയപ്പെടുന്നവരെ താക്കീത് ചെയ്യുന്ന ആള് മാത്രമാണ് നിങ്ങൾ. കഅന്നഹും യൗമ യറൗനഹാ ലം യൽബസൂ ഇല്ലാ അശിയതൻ ഔ ളുഹാഹാ. കഅന്നഹും യൗമ യറൗനഹാ, അതിനെ, ആ ദിവസത്തെ കാണുന്ന അവർ പോലെ ആയിരിക്കുന്നു. ലം യൽബസു, അവർ താമസിച്ചിട്ടില്ല. ഇല്ല അശിയത്തൻ, ഒരു വൈകുന്നേരമോ, ഔ ളുഹാഹ, അല്ലെങ്കിൽ ഒരു ളുഹാ സമയമോ അല്ലാതെ അവർ താമസിച്ചിട്ടില്ല എന്ന് അവർക്ക് തോന്നും. കഅന്നഹും യൗമ യറൗനഹാ ലം യൽബസൂ ഇല്ലാ അശിയതൻ ഔ ളുഹാഹാ, അതിനെ അവർ കാണുന്ന ദിവസം ഒരു സായാഹ്നമോ ഒരു ഉച്ചയ്ക്ക് മുമ്പുള്ള സമയമോ അല്ലാതെ തങ്ങൾ ഈ ദുനിയാവിൽ താമസിച്ചിട്ടില്ല എന്ന് അവർക്ക് തോന്നും. ഇതോടെ ഈ സൂറത്ത് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഖിയാമത്ത് നാളിൽ ഈ പറയപ്പെട്ട രൂപത്തിൽ നരകമെല്ലാം മുന്നിൽ വെച്ച് മനുഷ്യന്മാർ ചിന്തിക്കുമ്പോൾ ദുനിയാവിലെ ജീവിതം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പകലോ അല്ലെങ്കിൽ ഒരു മധ്യാഹ്നമോ ഒരു പൂർവാഹ്നമോ കഴിച്ചു കൂട്ടിയതിലപ്പുറം നമ്മൾ ഒരുപാട് കാലമൊന്നും കഴിച്ചിട്ടില്ല എന്ന് അവിടെ ചെല്ലുമ്പോൾ നമുക്കെല്ലാം മനസ്സിലാകും. അവിടുത്തേതാണ് ജീവിതം, നൂറ്റാണ്ടുകൾ, കാലങ്ങളോളം ജീവിക്കേണ്ട ജീവിതം. ഇവിടെ എത്ര നമ്മൾ 70 വയസ്സോ 80 വയസ്സോ 100 വയസ്സോ ജീവിച്ചാലും ചെറിയ ഒരു കാലഘട്ടം മാത്രമാണ് അത് എന്ന് തിരിച്ചറിവ് നമ്മളെ പരലോക ജീവിതത്തിൽ വിജയികളാക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഉസ്താദുമാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന, അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ
ടീം വർക്കായി ചെയ്യുന്നത്. 1000 രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം. അതിന് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ്. മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. എല്ലാവർക്കും സഹകരിക്കാം. തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ്. ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും. കാരണം നമുക്കറിയാം, ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് ചായപ്പൊടി എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ്. സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്.